ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ടു നീതൂസ് ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും ഞാൻ എന്തിനാണ് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ പെറുക്കി വെച്ചേക്കുന്നത്. അത് വേറൊന്നിനുമല്ല, ഒരു ഇറ്റാലിയൻ സൂപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഡിന്നറിനൊക്കെ നല്ലൊരു സൂപ്പാണ്. പിന്നെ ഇത് ഞാനൊരു ജീരിയാട്രിക് നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് നമ്മളുടെ പ്രായം ചെന്നവർ നമ്മൾ വീട്ടിൽ സാധാരണ വൈകിട്ട് ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ കഴിക്കാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പം അവർക്ക് പലപ്പോഴും അത് കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ പറയും ഞാൻ കഞ്ഞി കുടിച്ചോളാം എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഒരവസരത്തിൽ അവരെ പോലുള്ള പ്രായം ചെന്നവർക്ക് ഇതുപോലൊരു ചെറിയ സൂപ്പ് നമുക്കുണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. അത് ഞാനിവിടെ പേഷ്യൻസിന് ഈ സൂപ്പ് പലപ്പോഴും വൈകിട്ട് ഡിന്നറിന് കൊടുക്കാറുള്ളതാണ്. ആവശ്യത്തിനുള്ള കാലറി ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒത്തിരി അത് പ്രായം ചെന്നവർക്ക് സൂപ്പറാണ്, അല്ലാത്തവർക്കും കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഓർത്തു അത് നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി തരാം ഈ വീഡിയോയിലൂടെ. ഈ സൂപ്പിന് 4 പേർക്കുള്ള പോർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ: 4 പൊട്ടറ്റോ മീഡിയം സൈസ്, 4 ക്യാരറ്റ്, 1 ഉള്ളി, ഉപ്പ്, ഫോറിൻ ഡിഷസിന് എപ്പോഴും യൂസ് ചെയ്യുന്നത് പെപ്പർ. അതുപോലെ തന്നെ അവർ ഗ്യാസ് കെട്ടാതിരിക്കാൻ എപ്പോഴും ഇത് ജാതിക്ക പൊടിയെ ഒരുങ്ങുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിഷസിലും ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ജാതിക്ക പൊടി 1/4 ടീസ്പൂണ് ഒത്തിരി ഇട്ട ചോമാറും ഇടുന്നുണ്ട്. ഇത് അവസാനം ഇതിൽ ഒലിവ് ഓയിൽ ഒഴിക്കണം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ, അത് വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് നാട്ടിലത് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ റസ്ക് ഇട്ടാലും മതി. റസ്ക് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക്, ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. ഇത് 4 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനിത് ഇന്ന് വൈകിട്ടത്തെ ഡിന്നറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രായം ചെന്നവർക്ക് തന്നെയല്ല കേട്ടോ, നമ്മൾക്കും കഴിക്കാൻ പറ്റുമേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിഷിലേക്ക് പോകാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പം ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിന് അരിയുന്ന പോലെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തു. അത് മുഴുവൻ കട്ട് ചെയ്തെടുത്തു. ഉള്ളിയുണ്ട്. ഉള്ളി നമുക്ക് ഇതിൽ തന്നെയാണ് കട്ട് ചെയ്തിടുക ചെയ്യുന്നത്. കാരണം ഇത് ഓൾറെഡി നമ്മൾ അവസാനം മിക്സിയിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറോ ഇത് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ആ ഉള്ളി സ്ക്വയറായിട്ട്, അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്കൊക്കെ വെള്ളം, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഗ്യാസ് കത്തിക്കാം. ഇത് അടച്ചിരുന്ന് വേകട്ടെ. ഇപ്പം നമ്മൾ വെച്ച സൂപ്പിൻ്റെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുക്കാനിരിക്കട്ടെ. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച ഇതെല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടറ്റോയും ഒന്നിനൂടെ നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലേക്ക് ഫുഡ് പ്രോസസ്സറിലേക്ക് അടിച്ചെടുക്കാനായിട്ട്, സൂപ്പ് പോലെ ആക്കാനായിട്ട് ഇതിലേക്ക് പകർത്താം. ഇനി ഈ ഫുഡ് പ്രോസസ്സറിൽ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് കംപ്ലീറ്റ് അരച്ചെടുത്തു. ഇനി നമുക്ക് ഇത് നമ്മൾ യൂസ് ചെയ്ത സെയിം പാനിൽ തന്നെ ഇട്ട് ഒന്ന് അതിൻ്റെ സ്പൈസസ് എല്ലാം ഇട്ട് എടുക്കാം. ഗ്യാസ് കത്തിച്ചു. ഇതിലേക്ക് ഒരു സ്വല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച സൂപ്പ് ഒഴിക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പോൾ അവരവരുടെ ആവശ്യത്തിന് പുറത്തോട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം പാൽ ഒഴിച്ച് കൊടുക്കാമേ.
പാൽ നിർബന്ധമില്ല, ഒഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒഴിച്ചാൽ മതി. പക്ഷേ എനിക്കൊരു സ്വല്പം പാൽ ഒഴിക്കുന്ന ഇഷ്ടം. ഇത് പുറത്തേക്ക് ജാതിക്കാപ്പൊടി സ്വല്പം ഇട്ട് കൊടുക്കാം. ജാതിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് സ്വല്പം ഒലിവ് ഓയിലൂടെ മേലെ തൂക്കി കൊടുത്തേക്കാം. ഇനി ഇത് തിളയ്ക്കുവോ ഒന്നും വേണ്ട കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. കാരണം ഓൾറെഡി വെന്തതല്ലേ, അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇപ്പം നമ്മുടെ ക്യാരറ്റ് പൊട്ടറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിനി ഒന്ന് ജസ്റ്റ് 2 ബേസിൽ ലീവ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ക്യാരറ്റ് പൊട്ടറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. മിനിമം ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ പേരൻസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ. ഇതിപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ സ്പൈസൊക്കെ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അമ്മച്ചിമാർക്ക് ഒന്നും ഇഷ്ടപ്പെടത്തില്ല, ഇച്ചിരി കൂടെ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് ഇവരുടെ ഈ രീതിയിൽ തന്നെ അങ്ങ് ചെയ്തതേ ഉള്ളൂ. എനിവേ, ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്കിടാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അടുത്ത ഒരു പുതിയൊരു ഡിഷുമായി വരുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ.